ഇന്ന് ചോതി ഓണപ്പൂക്കളം നമ്മൾ ഇട്ട് തുടങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസമായി. ഇന്ന് മാത്രമല്ല നാളെയും കൂടിയും ചോതിയാണ്. ചില വർഷങ്ങളിൽ അങ്ങനെയാണല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ചിത്തിരയാണ് തോന്നുന്നു 2 ദിവസം ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം ചോതിയാണ് 2 ദിവസം. എന്തായാലും നമ്മുടെ ഇന്നത്തെ ചോതി പൂക്കളം കണ്ടാലോ. എനിക്ക് എന്തായാലും ഈ നാള് കയറ്റിറക്കമൊക്കെ ആയിട്ട് 2 ദിവസമൊക്കെ എക്സ്ട്രാ ഒരു നാൾ വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അത്രയും കൂടുതൽ നമുക്ക് പൂവിടാനുള്ള ദിവസം കൂട്ടിക്കിട്ടല്ലേ. നമ്മൾ ഒരു വർഷത്തിലാകെ ഈ ഒരു സമയത്ത് മാത്രമാണ് പൂവിടുക. അത് കുറച്ച് പൂവാണെങ്കിൽ പോലും രാവിലെ എണീക്കുന്നു, അത് ഇടുന്നു, അത് ഇട്ടതിന് ശേഷം അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. അതിപ്പോൾ ഇത് മാത്രമല്ല, പൂവിടൽ മാത്രമല്ല, എന്ത് ജോലിയും നമ്മൾ ചെയ്യുമ്പോൾ അത് അവസാനിക്കുമ്പോൾ കിട്ടണ ഒരു സന്തോഷവും സമാധാനവും അത് വേറെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കണ ആ ഒരു ഇതള് പോലുള്ളത് ഇലയാണ് കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല പോലും ഞങ്ങളുടെ പൂക്കളത്തിൽ പൂവില്ലെങ്കിൽ വരുന്നുള്ളൂ. ആ ചെടി എൻ്റെ അനിയൻ ഭംഗിക്ക് വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. അത് ഈ കിണറിൻ്റെയും കുളത്തിൻ്റെയൊക്കെ സൈഡിൽ അതേപോലെ മതിലിലൊക്കെ ഉണ്ടാവണ ഒരു ചെടിയാണ്. അത് പണ്ട് വിലയൊന്നും ഉണ്ടായിരുന്നില്ല അതിന്. ഇപ്പോൾ അതിന് നല്ല ഡിമാൻഡാണ് കേട്ടോ. കാരണം ആമസോണിലൊക്കെ അത് വിൽക്കുന്നുണ്ട്. അതെങ്ങനെ അറിഞ്ഞെന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് ഒരു ആൻറ്റി ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളോട് ചോദിച്ചു ഇത് എവിടുന്നാണ് വാങ്ങിച്ചതാണോ എന്ന്. അപ്പോഴാണ് ഞങ്ങളാകെ അന്തം വിട്ടത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ശംഖുപുഷ്പത്തിനും ഒക്കെ ഭയങ്കര ഡിമാൻഡാണ്. അതല്ലെങ്കിലും അങ്ങനെയല്ലേ വരൂ. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഒന്നിൻ്റെയും വില അറിയില്ല. അതിപ്പോൾ ചെടിയുടെ കാര്യം മാത്രമല്ല, ചക്കയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചക്കയ്ക്ക് ഒരു വിലയില്ല. ചക്കക്കുരു ഒക്കെ നമുക്ക് മടുത്തിട്ടിരിക്കണം. അതേ ആൾക്കാർ നമ്മൾ പുറം രാജ്യത്ത് എവിടെയെങ്കിലും പോയിട്ട് ചക്ക തിന്നാൻ കൊതിയായിട്ട് 2000-3000 രൂപ കൊടുത്തിട്ട് വരെ ചക്ക കഴിക്കണ ആൾക്കാരെ എനിക്കറിയാം. അതൊക്കെ നമ്മളിപ്പോൾ എന്തിനാണ് ഇന്ന് സംസാരിക്കണം. നമ്മൾ നമ്മുടെ പൂക്കളത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് എഴുന്നേറ്റ് പോകേണ്ടി വന്നു. കാരണം ഇപ്പുറത്തെ തൊടിയിൽ തന്നെ തേങ്ങയിടാൻ ആൾ വന്നപ്പോൾ എനിക്ക് ഞങ്ങളുടെ മുറ്റത്തേക്കാണ് വീഴുക. അതുകൊണ്ട് ഞാൻ സേഫ് അല്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നീറ്റ് പോയി. എന്നിട്ടാണ് വീണ്ടും തുടങ്ങിയത്. ഈ അവസാനത്തൊക്കെ അപ്പോഴാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ പൂക്കളം ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇന്നത്തെ ദിവസം ചോതി മുതൽക്കാണ് തോന്നുന്നു പലയിടത്തും ചുവന്ന പൂക്കളത്തിൽ ഉൾപ്പെടുത്തുക. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നും പറഞ്ഞു അത് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല. എന്തായാലും ഞങ്ങളുടെ പൂക്കളം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ പൂക്കളം. എന്തായാലും ഞങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നാളത്തെ ചോതി പൂക്കളം വീണ്ടും വരും. അപ്പം ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. ബായ്.